ഹിന്ദി വിത്ത് രമ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ JLT അല്ലെങ്കിൽ HSA ഹിന്ദി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവരാണോ? എങ്കിൽ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമായ ഒരു ഭാഗമാണ് ഹിന്ദിക്ക് സംവൈധാനിക് സ്ഥിതി, ഹിന്ദിയുടെ ഭരണഘടനാ പദവി. മുൻ വർഷങ്ങളിൽ ഇതിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ചില പ്രധാന തീയതികളും അടിസ്ഥാന വിവരങ്ങളും നോക്കാം. ഹിന്ദിക്ക് संवैधानिक स्थिति 14 सितंबर 1949 को भारतीय संविधान में हिंदी को राजभाषा का दर्जा दिया गया. इसलिए हम हर साल 14 सितंबर को हिंदी दिवस मनाते हैं. എന്താണ് പറയുന്നത്? 1949 സെപ്റ്റംബർ 14-നാണ് ഇന്ത്യൻ ഭരണഘടന ഹിന്ദിയെ രാജ്യഭാഷ അഥവാ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ജനുവരി 10. ജനുവരി 10 വിശ്വ ഹിന്ദി ദിനമായി ആചരിക്കുന്നു. ഭാരതീയ സംവിധാൻ കെ ഭാഗ് 5, 6 और 17 में രാജ്യഭാഷാ സംബന്ധി ഉപബന്ധ് ദിയേ ഗയേ ഹൈം. എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 5, 6, 17 എന്നീ ഭാഗങ്ങളിൽ എന്താണ് പറയുന്നത്? ഔദ്യോഗിക ഭാഷകളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണുള്ളത്. ഓക്കെ, ഭാഗ് 17 का शीर्षक राजभाषा है, जिसमें अनुच्छेद 343 से 351 तक शामिल है. എന്താണ് പറയുന്നത്? വളരെ സിമ്പിളാണ്, നമ്മൾ നന്നായി പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. 17-ാം ഭാഗത്തിന്റെ ഹെഡിങ് രാജ്ഭാഷ എന്നാണ്. ഇതിൽ ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയുള്ള വകുപ്പുകളും അടങ്ങിയിരിക്കുന്നു. ഇസേ മുൻഷി അയ്യങ്കാർ ഫോർമുല കെ നാം സേ ഭി ജാനാ ജാതാ ഹെ. ഇതിനെ മുൻഷി അയ്യങ്കാർ ഫോർമുല എന്നും വിളിക്കുന്നു. അനുച്ഛേദ് 120 और അനുച്ഛേദ് 210. ഇനി അനുച്ഛേദ് 120 1ഉം 2ഉം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം അനുച്ഛേദ് 120 1 നോക്കാം. संसद में कार्य हिंदी में या अंग्रेजी में किया जाएगा. എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 121 എന്താ പറയുന്നത്? പാർലമെന്റിലെ കാര്യങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കണം എന്നതാണ്. यदि कोई सदस्य इन भाषाओं में असमर्थ है तो लोकसभा के अध्यक्ष या राज्यसभा के सभापति उसे अपनी मातृभाषा में बोलने की अनुमति दे सकते हैं. എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു അംഗത്തിന് ഈ 2 ഭാഷകളിലും സംസാരിക്കാൻ അറിയില്ലെങ്കിൽ സഭാധ്യക്ഷന് അദ്ദേഹത്തിന് സ്വന്തം മാതൃഭാഷയിൽ സംസാരിക്കാൻ അനുവാദം നൽകും. ഓക്കെ, അനുച്ഛേദ് 120 2. इसमें उपबंध है कि जब तक संसद विधि द्वारा अन्यथा उपबंध न करे तब तक संविधान के प्रारंभ के 15 वर्ष की अवधि की समाप्ति के पश्चात अर्थात 26 जनवरी 1965 से संसद का कार्य केवल हिंदी में होगा. എന്താണ് പറയുന്നത്? പാർലമെന്റ് പ്രത്യേക നിയമമൊന്നും നിർമ്മിച്ചില്ല എങ്കിൽ ഭരണഘടന നിലവിൽ വന്ന് 15 വർഷത്തിന് ശേഷം, അതായത് 1965 ജനുവരി 26 മുതൽ പാർലമെന്റിലെ കാര്യങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് എന്ന വാക്ക് ഒഴിവാക്കപ്പെടുകയും കാര്യങ്ങൾ കേവലം ഹിന്ദിയിൽ മാത്രമായി മാറുകയും ചെയ്യും. ഓക്കെ, ആർട്ടിക്കിൾ 210 ആർട്ടിക്കിൾ 210. ओके, यह राज्य के विधानमंडल से संबंधित है. അനുച്ഛേദ 210 എന്താണ് പറയുന്നത്? സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. यहाँ भी कार्य राज्य की राजभाषा हिंदी या अंग्रेजी में होगा और
आवश्यकता पड़ने पर मातृभाषा की अनुमति मिल सकती है. ഇവിടെയും കാര്യങ്ങൾ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നടത്താം. ആവശ്യമെങ്കിൽ മാതൃഭാഷ ഉപയോഗിക്കാൻ സ്പീക്കർക്ക് അനുമതി നൽകാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വകുപ്പുകളുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. അനുച്ഛേദ് 343 മുതൽ ഏതുവരെയാണ് 351 വരെയുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അനുച്ഛേദ് 343 343 നോക്കാം. സംഘ് കി രാജ്ഭാഷ ഹിന്ദി ഓർ ലിപി ദേവനാഗിരി ഹോഗി. ആർട്ടിക്കിൾ 343 എന്താണ് പറയുന്നത്? കേന്ദ്രത്തിന്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയും അതിന്റെ ലിപി ദേവനാഗിരിയും ആയിരിക്കണം എന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് അനുച്ഛേദ് 344 344 എന്താണ് പറയുന്നത്? ഹിന്ദി കെ വികാസ് കെ ലിയെ രാഷ്ട്രപതി ദ്വാര ഏക് രാജ്ഭാഷ ആയോഗ് കാ ഗഠൻ കിയാ ജായേഗ. എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 344 അനുസരിച്ച് ഹിന്ദിയുടെ വികാസത്തിനായി രാഷ്ട്രപതി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ അഥവാ രാജ്ഭാഷ ആയോഗ് രൂപീകരിക്കണം എന്നാണ് ഏത് പറയുന്നത്? അനുച്ഛേദം 344 പറയുന്നത്. അനുച്ഛേദ് 345 അഥവാ 345 എന്താണ് പറയുന്നത്? കിസി राज्य का विधानमंडल उस राज्य में प्रयोग होने वाली किसी भाषा को या हिंदी को अपनी राजभाषा के रूप में स्वीकार कर सकता है. जब तक ऐसा नहीं होता तब तक अंग्रेजी का प्रयोग जारी रहेगा. ഒരു സംസ്ഥാനത്തിലെ നിയമസഭയ്ക്ക് ആ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഭാഷയോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അവരുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കാം. അങ്ങനെ ചെയ്യാത്ത പക്ഷം ഇംഗ്ലീഷ് തുടർന്ന് ഉപയോഗിക്കാം. മനസ്സിലായോ? അനുച്ഛേദ് 346 അഥവാ 346 ഹിന്ദി എന്താണ് പറയുന്നത്? ഹിന്ദി ദോ രാജ്യോं के बीच या केंद्र और राज्य के बीच पत्र व्यवहार की राजभाषा वही होगी जो संघ द्वारा निर्धारित की जाएगी. यदि दो या अधिक राज्यों चाहें तो हिंदी का प्रयोग कर सकते हैं. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലോ ഔദ്യോഗികമായി കത്തയക്കാനും ആശയ വിനിമയം നടത്താനും കേന്ദ്രത്തിൽ ഏതു ഭാഷയാണോ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, ഇപ്പം നിലവിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഭാഷ തന്നെ ഉപയോഗിക്കണം. എന്നാൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒപ്പുവയ്ക്കുകയാണെങ്കിൽ അവർക്ക് പരസ്പര ആശയവിനിമയത്തിന് ഹിന്ദി ഭാഷ ഉപയോഗിക്കാവുന്നതുമാണ്. ആർട്ടിക്കിൾ 347 എന്താണ് പറയുന്നത്? ഹിന്ദി യദി കിസി രാജ്യ കി जनसंख्या का एक बड़ा भाग किसी भाषा को दूसरी भाषा के रूप में मान्यता चाहता है तो राष्ट्रपति उस भाषा को भी उस राज्य में शासकीय मान्यता देने का निर्देश दे सकते हैं. ഒരു സംസ്ഥാനത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് ആ ഭാഷയ്ക്കും അവിടെ ഔദ്യോഗിക അംഗീകാരം നൽകാൻ നിർദ്ദേശിക്കാനായിട്ട് കഴിയും. അടുത്തത് ആർട്ടിക്കിൾ 348 जब तक संसद कोई नया कानून न बनाए तब सुप्रीम कोर्ट और सभी हाई कोर्ट की सभी कार्यवाहियां केवल अंग्रेजी भाषा में होगी. संसद या विधान मंडल में के लिए जाने वाले विधेयक और अधिनियम भी अंग्रेजी में होंगे. राज्यपाल राष्ट्रपति की पूर्व अनुमति से हाई कोर्ट की कार्यवाही के लिए हिंदी के प्रयोग की अनुमति दे सकते हैं. എന്താണ് പറയുന്നത്?
പാർലമെന്റ് പുതിയ നിയമം ഉണ്ടാക്കാത്തിടത്തോളം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. ബില്ലുകളും നിയമങ്ങളും ഇംഗ്ലീഷിൽ ആയിരിക്കും. എന്നാൽ ഗവർണർക്ക് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടെ ഹൈക്കോടതി കാര്യങ്ങൾക്ക് ഹിന്ദി ഉപയോഗിക്കാൻ അനുവാദം നൽകാം. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. പാർലമെന്റ് പുതിയ നിയമം ഉണ്ടാക്കാത്തിടത്തോളം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. പക്ഷേ ബില്ലുകളും നിയമങ്ങളും ഇംഗ്ലീഷിലും ആയിരിക്കും. എന്നാൽ ഗവർണർക്ക് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടെ ഹൈക്കോടതി കാര്യങ്ങൾക്ക് ഹിന്ദി ഉപയോഗിക്കാനും അനുവാദം നൽകാനായിട്ട് കഴിയും. മനസ്സിലായോ? ആർട്ടിക്കിള് 349. ആർട്ടിക്കിൾ 349 നമുക്ക് എന്ത് പറയാം? 349. राजभाषा से संबंधित कोई भी विधेयक या संशोधन संसद में राष्ट्रपति की पूर्व मंजूरी और राष्ट्रभाषा आयोग का सिफारिशों पर विचार करने के बाद ही पेश किया जा सकता है. അനുച്ഛേദ് 349 പറയുന്നത് വളരെ സിമ്പിളാണ്. ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട ഏതൊരു ബില്ലും ഭേദഗതിയും പാർലമെന്റിൽ കൊണ്ടുവരണമെങ്കിൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയും രാജ്യഭാഷാ കമ്മീഷന്റെ ശുപാർശയും നിർബന്ധമാണ്. ഓക്കെ. അടുത്തത് ആർട്ടിക്കിൾ 350. ആർട്ടിക്കിൾ 350 പറയുന്നത് എന്താണ്? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ इसमें भाषाई अल्पसंख्यक वर्ग पर विशेष ध्यान दिया गया है इसके अनुसार. അപ്പം ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു വകുപ്പാണ് അനുച്ഛേദ് 350 എന്ന് പറയുന്നത്. 350. അപ്പോൾ അതിനെ इसके अनुसार നമുക്ക് നോക്കാം. രണ്ട് വിഭാഗങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തേത് എന്താണ്? अल्पसंख्यक बच्चों की प्राथमिक शिक्षा उनकी मातृभाषा में देने की सुविधा सुनिश्चित की जाएगी. എന്താണ് പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കൂ. इन वर्गों के अधिकारों की रक्षा के लिए राष्ट्रपति एक विशेष अधिकारी की नियुक्त करेंगे. എന്താണ് പറയുന്നത്? ഈ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി രാഷ്ട്രപതി ഒരു പ്രത്യേക ഓഫീസറെ നിയമിക്കും. അതെല്ലാവർക്കും നന്നായി മനസ്സിലായോ? ഇനി അടുത്തതെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാസ്റ്റ് ആർട്ടിക്കിളാണ്. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ആർട്ടിക്കിൾ 351 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 351 351 എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ എന്താണ്? हिंदी भाषा के विकास और प्रसार के लिए केंद्र सरकार को निर्देश दिए गए हैं ताकि वह भारत मिली जुली संस्कृति को अभिव्यक्ति का माध्यम बन सके. मुख्य रूप से संस्कृत से और गौण रूप से अन्य भाषाओं से ശബ്ദ ഗ്രഹൺ കർക്കെ ഇസ്കി സമൃദ്ധി സുനിശ്ചിത് കി ജായേഗി. ഇതിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഏറ്റവും സിമ്പിളായിട്ടാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തതയോടെ ഇത് പറയാനായിട്ട് കഴിയും. ഹിന്ദി ഭാഷയുടെ പ്രചാരണവും വികാസവും കേന്ദ്ര സർക്കാരിന്റെ കടമയാണ്. ഭാരതത്തിന്റെ സംസ്കാരം വിളിച്ചോതാൻ പാകത്തിൽ പ്രധാനമായും സംസ്കൃതത്തിൽ നിന്നും അതോടൊപ്പം മറ്റു ഭാഷകളിൽ നിന്നും വാക്കുകൾ സ്വീകരിച്ച് ഹിന്ദിയെ വളർത്തണം. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് പറയുന്നത്? ഈ ഗൗണ രൂപത്തിലേക്ക് വരണം. അപ്പൊ എന്താണ്? സംസ്കൃതത്തിൽ നിന്നും ഒപ്പം തന്നെ ഏതിൽ നിന്നുമൊക്കെയാണ് വരേണ്ടത്? ഒന്നുകൂടി പറഞ്ഞുതരാം. ഹിന്ദി ഭാഷയുടെ പ്രചാരണവും വികാസവും കേന്ദ്ര സർക്കാരിന്റെ കടമയാണ്.
ഭാരതത്തിന്റെ സംസ്കാരം വിളിച്ചോതാൻ പാകത്തിൽ പ്രധാനമായും സംസ്കൃതത്തിൽ നിന്നും അതോടൊപ്പം മറ്റു ഭാഷകളിൽ നിന്നും വാക്കുകൾ സ്വീകരിച്ച് ഹിന്ദിയെ വളർത്തണം. ഓക്കെ. ഇനി പ്രധാനമായിട്ടും പറയുന്നത് സംവിധാൻ മേം കുൽ ഭാഷായേം എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ എന്താണ്? മൂലരൂപസേ संविधान की 8वीं अनुसूची में हिंदी साहित्य केवल 14 ഭാഷായേം തി. എന്താണ്? തുടക്കത്തില് ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഹിന്ദി ഉൾപ്പെടെ 14 ഭാഷകളെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വർത്തമാൻ മേം ഇസ്മേം അബ് കുൽ 22 ഭാഷായേം ശാമിൽ ഹൈം. അപ്പൊ ഇപ്പൊ എത്ര ഭാഷകളുണ്ട്? മൊത്തം 22 ഭാഷകൾ ഉണ്ട്. ഇനി ഭേദഗതികൾ നമ്മൾ നന്നായി മനസ്സിലാക്കണം. മഹത്വപൂർണമായ ഭേദഗതികളും കൂടി നോക്കാം. ആദ്യത്തേത് മഹത്വപൂർണ സംവിധാൻ സംശോധൻ. അതില് പ്രധാന ഭരണഘടനാ ഭേദഗതികളാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ പുതിയ ഭാഷകൾ കൂട്ടിച്ചേർത്ത പ്രധാന ഭേദഗതികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് 21വാം സംവിധാൻ സംശോധൻ അധിനിയം 1967. അപ്പോൾ 1967 എന്താണ് അതിൽ പറയുന്നത്? എന്താണ് പറയുന്നത്? ഭാഷ ഇസ്കെ ദ്വാരാ സിന്ധി ഭാഷാ കോ 8वीं അനുസൂചി മേം ജോഡാ ഗയാ. എന്താണ് പറയുന്നത്? 21ാം ഭേദഗതി വഴി സിന്ധി ഭാഷ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. ഇതോടെ ഭാഷകൾ 14 എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി? 15 എണ്ണമായി. അടുത്തത് 71ന് നമ്മൾ എന്ത് പറയും? 71വാം സംവിധാൻ സംശോധൻ അധിനിയം. അത് ഏതാണ് വർഷം? 1992. എന്താണ് പറയുന്നത്? ഇസ്കെ ദ്വാര 3 ഭാഷായേം ഏതൊക്കെയാ? നേപ്പാളി, മണിപ്പൂരി ഓർ കൊങ്കിണി ജോഡി ഗയി. അപ്പൊ ഇത് മൂന്നിനും കൂടി നമുക്ക് നമക് എന്ന് വേണമെങ്കിൽ പറയാം. ന എന്നാൽ നേപ്പാളി, മ എന്നാൽ മണിപ്പൂരി ഓർ കൊങ്കിണി എന്ന് പറഞ്ഞാൽ കാ എന്ന അക്ഷരത്തിൽ നമുക്ക് കൊങ്കിണിയെ റിലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കെന്ന് ഓർമ്മിച്ചാൽ തന്നെ ഈ 71ാം സംശോധൻ അധിനിയം വഴി നമുക്ക് കൂട്ടിച്ചേർത്ത ഭാഷകളെ പഠിക്കാനായിട്ടുള്ള ഒരു കോഡാണ്. അത് വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് 1 മാർക്ക് തീർച്ചയായും അവിടെ നിന്ന് കിട്ടുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 92ാം संविधान संशोधन अधिनियम 2003. इसके द्वारा 4 ഭാഷായേം ബോഡോ, ഡോഗ്രി, മൈഥിലി ഓർ സന്താളി ജോഡി ഗയി. അപ്പൊ ഇതിന്റെ ഭാഗമായി വരുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? ഇതുമായി ഈ ഒരു ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത ഭാഷകളാണ് ബോഡോ, ഡോഗ്രി, മൈഥിലി ഓർ സന്താളി. ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.